ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ. ശരിക്കും ഞാൻ ആപ്പിൾ പ്രോഡക്ട്സിൻ്റെ അത്ര വലിയ ഫാനൊന്നും ആയിരുന്നില്ല. ഞാൻ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും വാങ്ങി വേണ്ടാന്ന് വിചാരിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്ബുക്ക് പ്രോയൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ ലാപ്ടോപ്പിൻ്റെ അകത്ത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി പ്രൊഡക്റ്റീവ് റിസൾട്ട്സൊക്കെ നോക്കുമ്പോൾ ആപ്പിൾ പ്രോഡക്ട്സ് കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ വിചാരിച്ച മാതിരി എന്തുകൊണ്ടും എനിക്ക് വിചാരം ഉണ്ടായിരുന്നു ഇതൊക്കെയും കുറേ ഷോ ഓഫിൻ്റെയും പിന്നെ കുറേ റിച്ച് കിഡ്സിന് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് അവർ ചുമ്മാ ഫ്ലോണ്ട് ചെയ്യും, യൂസ് ചെയ്യും. അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി നമ്മളും പൈസ ഉണ്ടാക്കാൻ തുടങ്ങി, നമ്മളും പൈസ സേവ് ചെയ്യാൻ തുടങ്ങി. നമ്മളുടെയിലും എന്ത് പ്രോഡക്റ്റും വാങ്ങിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സ്റ്റേജ് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ OnePlus ഫോണിലൊക്കെ. പക്ഷേ 2 years ബാക്ക് ഐഫോൺ വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരുടെ പ്രോഡക്ട്സ് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റീവ് പർപ്പസിന് ഞാൻ ഇത് യൂസ് ചെയ്തേക്കാമെന്ന്. അങ്ങനെ ഇന്ന് ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ആയ കാരണം ഞാനിന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയില്ല. സോ നമ്മൾ പുറത്ത് പോയി ലഞ്ചൊക്കെ കഴിച്ച് ബേബീനെ കൊണ്ട് പതിപോലെ ബീച്ചിൽ ചുമ്മാ വന്നേക്കാം. ഇവൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ.